ഹായ് ഗൈസ്, എല്ലാവർക്കും ഡേ 2ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു പാർട്ട് 2 ആണ് ഇന്നത്തത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തു. 8 വ്യൂസ് അങ്ങോട്ടാണ് കിട്ടിയത്. ഒരു 3 സബ് കിട്ടി. ആ 3 സബ് എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് 3 പക്ഷെ വ്യൂസ് 8 ആയിട്ടുള്ളൂ. അപ്പോൾ അവരും പറഞ്ഞു മറ്റെന്താ പറയുക, ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്, എന്താ പറയുക, പറയണതൊന്നും കേൾക്കാൻ പോലും ഇല്ല എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നന്നാക്കുന്നതൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയൊരു നല്ല വീഡിയോസ് ആയിട്ടും വരണമെന്നുണ്ട്. അപ്പോൾ ഈ നല്ല വീഡിയോസ് നല്ല നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും എന്തെങ്കിലും കണ്ടിട്ട് തരണം. ഞാൻ ഡെയിലി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച്. അപ്പം ഇന്നിപ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഈ മറ്റേ മടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, സ്ഥിരം എനിക്ക് ഉണ്ടാവാറുള്ളതാണ്. കാരണം ഇപ്പോൾ ഞാൻ വീഡിയോ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ബേസിൽ തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, നമ്മളൊരു വീഡിയോ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മടി വരും. ഡെയിലി വീഡിയോസ് ഇടാൻ ഇപ്പോൾ പ്ലാൻ ഇട്ടേക്കണത്. അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ഉറപ്പുമില്ല. എന്നാലും ചെയ്യാമെന്ന് വിചാരിക്കും. ഇപ്പോഴാണ് അപ്പോൾ മടീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പം സ്ഥിരം വീഡിയോ ഇടാന്ന് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ ഡെയിലി വീഡിയോ ഇടാൻ നടക്കില്ല. ഇപ്പം നിങ്ങൾ ഈ ബാക്കിൽ ഒരു പട്ടി വെക്കുന്ന സൗണ്ട് കേൾക്കാല്ലേ, ഇതേപോലെ വണ്ടി പോകുന്ന സൗണ്ട്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഫോണിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് ഡെയിലി വീഡിയോ നടക്കില്ല. നടക്കും, ഞാൻ എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഇടും. ഇതേപോലെ വീഡിയോ ഇടും. ഇതേപോലെ ഇപ്പോൾ പട്ടി വരയ്ക്കുന്നത്, മറ്റേ നമ്മുടെ വണ്ടികൾ പോണ സൗണ്ടൊക്കെ ഇന്നലെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വണ്ടി വരയ്ക്കുന്ന സൗണ്ട് ഇതൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് ഫോണിലാണ്, സാധാരണ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്കൊരു മൈക്കില്ല, നല്ലൊരു സെറ്റപ്പില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, വെറുതെ ഇങ്ങനെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഭയങ്കര നോയ്സ് കൂടും. ഇനി ഈ സമയം ഇത് നമ്മൾ കൂടുന്തോറും വണ്ടികളെണ്ണം കൂടെയുള്ളൂ, കുറയാൻ പോണില്ല. ഇപ്പം ഈ നേരത്തെ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇത്. ഇതേപോലെ പട്ടികളെ കുറച്ചില് ഇങ്ങനത്തെ ഇതൊക്കെ വരും. മെയിനായിട്ട് നമുക്ക് തന്നെ തോന്നും, ഓ വണ്ടറ വേണ്ട, വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ഒന്നുമില്ല, പിന്നെ എന്തിന് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യണത്. പിന്നെ ഇപ്പം വീഡിയോ ചെയ്യണത് വേറെ കൊണ്ടൊന്നുമല്ല, തൊഴിലില്ലായ്മ. ലിറ്ററലി പണി ഒന്നുമില്ല, വെറുതെ ഇരിക്കുക. അപ്പം ഈ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്താണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെ ചെയ്യാനും. അപ്പം മടി എന്ന് പറയുന്ന കാര്യത്തിനെ മൊത്തത്തിൽ മാറ്റി നിർത്തി ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടണം. പിന്നെ പോരാതെ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഐഡിയാസ് കുറേ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അത് ചെയ്യണമെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കഥയ്ക്കനുസരിച്ചുള്ള ആൾക്കാരെ കിട്ടണം. അപ്പം അതൊക്കെ വലിയൊരു ഇതാണ് ചെയ്യാൻ പ്ലാൻ ഉള്ളത്. പക്ഷെ അത് നടക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഈ ഇപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോറിതം, യൂട്യൂബ് വഴി വീഡിയോസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. യൂട്യൂബിന് ഒരു അൽഗോറിതം ഉണ്ട് മെയിനായിട്ട്. കാരണം ഡെയിലി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ പെട്ടെന്ന് റീച്ച് ആവുള്ളൂ. കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരിലേക്ക് യൂട്യൂബ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ, എനിക്ക് ഇതേപോലെ തന്നെ ചാനൽസ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിന് അങ്ങനത്തെ ചാനൽസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ, നമുക്കൊക്കെ മെയിനായിട്ട് പ്രശ്നം കൺസിസ്റ്റൻസി ഇല്ല. നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടാൽ പിന്നെ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാവും അടുത്ത വീഡിയോ ഇടാൻ. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ മെയിനായിട്ട് ഈ മടി തന്നെ കേട്ടോ അതിന് കാരണം. മടി എന്ന് പറഞ്ഞ റീസൺ കൊണ്ട് 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അടുത്ത വീഡിയോ ഇടാം. പിന്നെ പോരാത്തതിന് ആൾക്കാരെല്ലാവരും കിട്ടില്ല. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഇത് മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോക്സ് എന്ന് പറയുന്ന പരിപാടി തുടങ്ങിയത്. നമ്മളിപ്പോൾ ടോക്സ് എന്ന് വേണമെങ്കിൽ പറയാം, പാപ്പ് ടോക്സ് എന്ന് പറയാം, ഏത് ടോക്സ് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ നമുക്കിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഡെയിലി ഓരോരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് നമുക്കിങ്ങനെ പോവാം. അപ്പോൾ എല്ലാം അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ പട്ടിയുടെ ഒച്ച, കാറിൻ്റെ ഒച്ച, ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ പരമാവധി പുതിയൊരു സെറ്റപ്പ് നോക്കുന്നുണ്ട്. ചെറിയ എക്സ്പെൻസീവ് പൈസയൊക്കെ ഇട്ട് ചെറുതായിട്ട് മൈക്കിങ്ങില അല്ലെങ്കിൽ ഫോണൊക്കെ പുതിയത് മേടിക്കണം എന്നുള്ള പ്ലാനിലുണ്ട്. നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വീട്ടുകാർ കാശ് വയ്ക്കേണ്ടി വരും. അപ്പം അതാണ് ഇപ്പോൾ പ്ലാൻ. അപ്പോൾ എന്തായാലും മുന്നിലേക്ക് പോകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ബൈ. സി